പഴയ മൂന്നാറിലാണ് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് ഉള്ളത്. ഈ പാർക്കിംഗ് ഗ്രൗണ്ടാണ് പാർക്കിംഗ് ഒഴിവാക്കി സ്വകാര്യ ആവശ്യങ്ങൾക്ക് വാടകയ്ക്ക് നൽകുന്ന സമീപനം ബന്ധപ്പെട്ടവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ഇപ്പോൾ ആക്ഷേപമുയരുകയാണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ടൗണിൽ മതിയായ സൗകര്യമില്ലെന്നിരിക്കെ പാർക്കിംഗ് ഗ്രൗണ്ട് ഇതര ആവശ്യങ്ങൾക്ക് വിട്ടു നൽകുന്നത് ശരിയായ പ്രവണതയല്ലെന്നാണ് വാദം. அது மட்டுமில்ல, நான் கேள்விப்பட்டது அடுத்த வாரமும் இந்த மாதிரி இதை ஒரு 4 நாளைக்கு வாடகை கொடுத்துட்டாங்கன்னு சொல்லி நான் கேள்விப்பட்டேன். இதை உடனே ஒரு பஞ்சாயத்து பணசமிதி கூடி அதையும் ஒன்று கேன்சல் பண்ணி வர்ற இங்கே உள்ள ஆட்டோ டிரைவருமா இருக்கும், ஜீப் டிரைவருமா இருக்கும், ஒரு தொழிலும் ஒரு அவங்களுக்கு ஒரு 10 ரூபா லாபம் உண்டாக்கி கொடுக்குற அளவுக்கு இந்த மூணார் பஞ்சாயத்து ട്രാഫിക് ഇല്ലാത്ത അളവുക്ക് എല്ലാം ചെഞ്ചു കൊടുക്കണം. മൂന്നാറിലെത്തുന്ന വലിയ ബസ്സുകളടക്കം പാർക്ക് ചെയ്യുന്നത് ഈ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ്. പാർക്കിംഗ് ഗ്രൗണ്ട് സ്വകാര്യ പരിപാടികൾക്കായി വിട്ടു നൽകുന്നതോടെ ഈ വാഹനങ്ങൾ മറ്റെവിടെയെങ്കിലും പാർക്ക് ചെയ്യേണ്ടി വരും. മൂന്നാർ ടൗണിൽ നിലനിൽക്കുന്ന ഗതാഗതക്കുരുക്കിന് നാളിതുവരെ ശാശ്വത പരിഹാരം കണ്ടെത്താനായിട്ടില്ല. ഇതിനൊപ്പമാണ് ഉള്ള പാർക്കിംഗ് ഗ്രൗണ്ട് കൂടി ഇതര ആവശ്യങ്ങൾക്ക് വിട്ടു നൽകുന്നത്. മൂന്നാറിലേക്ക് ഇപ്പോൾ വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തുന്ന സീസണാണ്. ഈ സമയം പാർക്കിംഗ് ഗ്രൗണ്ട് ഒഴിവാക്കി റോഡരികിൽ കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ടൗണിലെ ഗതാഗതക്കുരുക്കിന് ആക്കം കൂട്ടുമെന്നാണ് ആക്ഷേപം. ന്യൂസ് ബ്യൂറോ, അടിമാലി.